നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. പ്രീമിയർ ലീഗിൽ മിന്നും ഫോമിൽ കുതിച്ചു വന്ന ചെൽസിക്ക് തുടർച്ചയായ രണ്ടാമത്തെ മത്സരത്തിലും ഇപ്പോൾ കാലിടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ എവേർട്ടനോട് ഗോൾ രഹിത സമനിലയായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ സ്വന്തം മൈതാനത്ത് വെച്ച് ഫുൾഹാമിനോട് 2-1 തോറ്റിരിക്കുന്നു. അതും അവസാന ഘട്ടത്തിലെ ഗോളാണ് അവരെ പരാജയത്തിലേക്ക് തള്ളിവിട്ടത്. കളിയിൽ കോൾ പാൽമർ 16-ാമത്തെ മിനിറ്റിൽ തന്നെ ചെൽസിക്ക് വേണ്ടി ഗോളടിച്ചു. അവർക്ക് ലീഡ് എടുത്തു കൊടുത്തു. നോക്കുക, പാൽമർ എന്തൊരു പ്രകടനമാണ് തുടരുന്നത്. ഇപ്പം ഈ സീസണിൽ അദ്ദേഹം 12 ഗോളുകളും 6 അസിസ്റ്റുകളുമാണ് 18 മത്സരങ്ങളിൽ നിന്ന് സ്വന്തം പേരിൽ കുറിച്ചിരിക്കുന്നത്. അതായത് 18 മത്സരങ്ങൾ 18 ഗോൾ കോൺട്രിബ്യൂഷൻസ്. ചെൽസിക്ക് വേണ്ടി 51 പ്രീമിയർ ലീഗ് ഗെയിമുകളിൽ നിന്ന് 51 ഗോൾ കോൺട്രിബ്യൂഷൻസ് സോഫാർ അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുന്നു. മിന്നും പ്രകടനം പാൽമർ തുടരുകയാണ്. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ചെൽസി ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലുമായിരുന്നു. പക്ഷേ രണ്ടാം പകുതിയിൽ കളിയുടെ അവസാന ഘട്ടത്തിൽ ഫുൾഹാം അവരുടെ ശ്രമങ്ങൾക്ക് ഫലം കണ്ടു. 82-ാമത്തെ മിനിറ്റിൽ വിൽസണിലൂടെ ഗോൾ മടക്കിയടിച്ച് അവർ ഇഞ്ചുറി ടൈമിൽ മുനിസിലൂടെ വിജയ ഗോളും കണ്ടെത്തുകയുണ്ടായി. അതിന് പിന്നാലെ വീണ്ടും ചെൽസി ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും പന്ത് വലയിലേക്ക് എത്തിക്കാൻ കഴിയാതെ പോയതോടെ 2-1 തോൽവിയാണ് അവർ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ 18 കളികളിൽ നിന്ന് 35 പോയിന്റുമായിട്ട് അവർ രണ്ടാം സ്ഥാനത്ത് തുടരുകയാണ്. അതേസമയം 16 കളികളിൽ നിന്ന് ലിവർപൂളിന് 39 പോയിന്റ് ഉണ്ട്. ഇന്നിപ്പോൾ അവർ അടുത്ത കളി കളിക്കാൻ വേണ്ടി ഇറങ്ങുന്നു. വിജയിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഡിഫറൻസ് കൂടുതൽ വലിയ രൂപത്തിലേക്ക് അവർ മാറ്റിയെടുക്കും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വരാം.